ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. ദിഗ്വിജയത്തിലെൻ സർഗശക്തിയാ ഇക്കുതിരയെ വിട്ടയയ്ക്കുന്നു ഞാൻ. വിശ്വസംസ്കാര വേദിയിൽ പുത്തനാ അശ്വമേധം നടത്തുകയാണു ഞാൻ. ഇങ്ങനെ പാടിയ മലയാളത്തിന്റെ പ്രിയ കവി, വിപ്ലവ കവി എന്നറിയപ്പെടുന്ന വയലാർ രാമവർമ്മയെ പറ്റി മക്കളെ കേട്ടിട്ടുണ്ടോ? എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുകയാണ്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയാണ് വയലാർ രാമവർമ്മ. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് മലയാള സാഹിത്യത്തിൽ നൽകുന്ന പുരസ്കാരമാണ് വയലാർ പുരസ്കാരം. LSS പരീക്ഷകളിൽ സാധാരണ പുരസ്കാരങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമുക്കിന്ന് പുരസ്കാരങ്ങൾ വയലാർ പുരസ്കാരമായിക്കോട്ടെ അല്ലേ പഠിക്കുന്നത്. ഇനി ആദ്യമായിട്ട് ഈയിടെ കഴിഞ്ഞ ദിവസം പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും, 2025 വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ്, ആർക്കാണ് ലഭിച്ചത് എന്നത്. തപോമയിയുടെ അച്ഛൻ എന്ന് പറയുന്ന കൃതിക്കാണ് 2025 വയലാർ അവാർഡ് ലഭിച്ചത്. ഇതാരാണ് എഴുതിയത് എന്ന് നിങ്ങൾ എല്ലാവരും കണ്ടുപിടിക്കുക, കമന്റ് ചെയ്യാം. ഇനിയും മിസ്സിന് പറയാനുള്ളത്, വയലാർ അവാർഡിനെ പറ്റി പറയുമ്പോൾ നമ്മൾ 2022 മുതലെങ്കിലും നോക്കി തുടങ്ങണം. 25 നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ കഴിഞ്ഞ വർഷം 2024 ആർക്കായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? 2024 അശോകൻ ചെരുവിൽ എഴുതിയ കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവലിനാണ് കേട്ടോ. അശോകൻ ഒരു ചെരുവിലൂടെ കാട്ടിലുള്ള ഒരു കടവിലേക്ക് പോയത് എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെ ഒരുപാട് കോഡിലൂടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോഡിലൂടെ നിങ്ങൾക്കത് പഠിക്കാം. അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവലിനാണ് 2024 പുരസ്കാരം ലഭിച്ചത്. ഇനി 2023 ആർക്കായിരുന്നു ലഭിച്ചത്? മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഒരു ഗാനരചയിതാവുണ്ട്, ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ പുസ്തകം, ആത്മകഥാംശമുള്ള ഒരു പുസ്തകത്തിനാണ് ലഭിച്ചത്, ജീവിതം ഒരു പെൻഡുലം. 2023 നമ്മൾ പറഞ്ഞു. ഇനി 2022 പോവുകയാണെങ്കിൽ S ഹരീഷ്, ഒരു മീശക്കാരനായ ഹരീഷിനാണ് ലഭിച്ചതെന്ന് ഓർക്കുക. S ഹരീഷിന്റെ മീശ എന്ന നോവലിനാണ്, മീശ എന്ന കൃതിക്കാണ് 2022 വയലാർ അവാർഡ് ലഭിച്ചത്. മക്കളെ, ഇനി നമ്മൾ അറിയേണ്ടത്, വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ലേ, അതാർക്കാണ് എന്നറിയാമോ? മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി ലളിതാംബിക അന്തർജനത്തിനാണ്. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന് പറയുന്ന നോവലിനാണ് ഈ ഒരു പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചത്. അപ്പോൾ മക്കൾ എല്ലാവരും കമന്റ് ചെയ്യണം. നമ്മൾ ആദ്യം ചോദിച്ച തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന കൃതി ആരാണ് എഴുതിയത് എന്ന്. 2025 വയലാർ അവാർഡ് അദ്ദേഹത്തിനായിരുന്നു ലഭിച്ചിരുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചെടുക്കണമെങ്കിൽ നമുക്ക് സൈലത്തിന്റെ ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രാണാബാച്ചാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള പലരും അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് വേണോ, ചേരണോ, ജോയിൻ ചെയ്യണോ എന്നുള്ള സംശയത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒട്ടും സംശയിക്കേണ്ട, ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുകയാണ്. വിദ്യാരംഭത്തിന്റെ ഭാഗമായിട്ട് നമുക്കൊരു ഓഫർ ഓൾറെഡി ഉണ്ടായിരുന്നു, ഒരു 15% ഓഫർ ഉണ്ടായിരുന്നു. ദീപാവലി ഒക്കെ പ്രമാണിച്ച് അത് കുറച്ച് ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 22-ാം തീയതി വരെ അത് നീട്ടിയിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ അതിൽ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അതും അല്ലെങ്കിൽ നിങ്ങൾ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് നമ്മുടെ സൈലം എന്ന് പറയുന്ന ആപ്പ് അല്ലേ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നമ്മുടെ ആപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു എളുപ്പവഴിയൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂപ്പൺ കോഡാണ് VDM15. ഇങ്ങനെ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 15% ഓഫറോട് കൂടി പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യാം. LSS ക്ലാസ്സുകളൊക്കെ അവിടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. മക്കൾ എല്ലാവരും അടിപൊളിയായിട്ട് പ്രാണ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഒന്നുകൂടെ അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പൊ സെറ്റാക്കാം. പ്രാണ ബാച്ചിൽ എല്ലാവരും ഉണ്ടാവണം.